കാത്തിരുന്ന് കാത്തിരുന്ന് അയ്യോ പിടിച്ചെടുത്താൻ പറ്റൂല ഇത്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞങ്ങളുടെ പിണറായി കയറിയിട്ട് പോയാൽ മതി. കക്കൂസ് വണ്ടി പോലെ വല്ലതാണെങ്കിൽ നിങ്ങൾ പറയുന്നിടത്ത് നിൽക്കാനായിട്ട് അങ്ങോട്ട് തടഞ്ഞു നിർത്ത, മാനത്ത് പിടിച്ച് നിർത്താൻ ഇൻഡിഗോ ചിറ്റപ്പനെ ഇറക്ക്. മൂപ്പര് പറന്ന് പോയി നിർത്തിക്കും. ഇവർക്ക് എന്ത് ഇത്ര സാമാന്യ ബോധമല്ലേ? ഇവിടെ ഞങ്ങളുടെ നേതാവ് കയറാതെയാണ് വിമാനം എടുക്കുന്നത്. എവിടെയെങ്കിലും കൊണ്ടുവച്ച് അവിടെ അങ്ങ് ഇരുന്നോണം കേട്ടോ. അല്ലാതെ ഫ്ലൈറ്റ് പോകാൻ ടൈം ആയെന്നൊന്നും പോയി അങ്ങോട്ട് അന്വേഷിക്കരുത്. പുള്ളി കൃത്യസമയത്ത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ മുഖ്യമന്ത്രി ഒന്നും അല്ല, വെറും വെറും പ്രതിപക്ഷ നേതാവാണ്. അവിടെ മറ്റേ ഇൻഡിഗോക്കാര് മറ്റേ താലപ്പൊലിയായിട്ട് വരത്തില്ല. യാത്രക്കാരെന്ന പരിഗണന കൊടുക്കൂലേ? യാത്രക്കാരൻ ഉറങ്ങി പോയതാണോ ആണെന്ന് തോന്നുന്നു. നിങ്ങളുടെ കേരള ഹൗസിൽ നിന്ന് കുറച്ച് ആൾക്കാർ അവിടെ കൊണ്ടുവയ്ക്കുന്നു. എന്നാ 2:30 ഫ്ലൈറ്റ്. 2:30 ഫ്ലൈറ്റിന് പോകണമെന്ന് അറിഞ്ഞുകൂടെ? അപ്പൊ ഇങ്ങോട്ട് വന്ന് വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് പോയി അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കുന്നില്ല? എനിക്ക് ഈ ഫ്ലൈറ്റിൽ പോകേണ്ടതാണെന്ന്. അപ്പോഴത്തേക്കും അഹങ്കാരം മറ്റേ താലപ്പൊലിയായിട്ട് വരും വിളിക്കാനായിട്ട് രാജാവിനെ. അങ്ങനെയൊന്നുമില്ല. ഒരു യാത്രക്കാരൻ എന്ന രീതിയിലുള്ള മര്യാദ കൊടുക്കാമല്ലോ. എല്ലാ ഇൻഡിഗോ നിങ്ങൾക്ക് ഇട്ട് പണി വെച്ചതാണെന്നാണ് കരക്കമ്പി. പണ്ട് നിങ്ങൾ ഇൻഡിഗോയെ എന്തെല്ലാം തെറി വിളിച്ചവർ മനസ്സിലാവുന്നു. കണ്ണൂരിന്റെ മുകളിലൂടെ ഒന്ന് പറന്ന് നോക്കണമെന്നൊക്കെ അല്ലേ നിങ്ങളുടെ ഈ പിച്ചിട്ടപ്പം വെല്ലുവിളിച്ചത്? അതിനുള്ള പണിയായിരിക്കും. ഇതിന്റെ പിന്നിലെ കറുത്ത രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. കറുത്ത രാഷ്ട്രീയം? അതെ, അതെന്ത് രാഷ്ട്രീയം? അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ട്. നിങ്ങൾ മനഃപൂർവ്വം ഞങ്ങളെ പിണറായിക്കിട്ട് പണി കൊടുത്തത്. പക്ഷെ നമ്മളുണ്ടല്ലോ എല്ലാരും ഇതിനെ നോക്കി കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഏത് വീക്ഷണ കോണകത്തിലൂടെയാണെന്ന് അറിയാമോ? കണ്ണിലൂടെ അല്ല. 10 വർഷം നിങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ വഴിയിൽ തടഞ്ഞിട്ടവരല്ലേടോ. അപ്പൊ കുറച്ചു നേരമൊക്കെ ഇരിക്കുന്നത് നല്ലതാന്നാ പറയുന്നത്. ഇത് കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ നാട്ടുകാർ പറയും. ഇതൊക്കെ എന്താ 1-2 മണിക്കൂറാണോ അവിടെ ഇരുന്നത്? 6 മണിക്കൂർ ഒരൊറ്റ ഇരിപ്പ. 82 വയസ്സുള്ള മനുഷ്യൻ. ഓ, നിങ്ങൾ ആശയൊക്കെ ഇറങ്ങിയത് ഇൻഡിഗോയ്ക്കെതിരെ ഒരു സമരം നടത്താത്തത്? അത് ഞങ്ങള് അടുത്ത് ചെയ്യാൻ പോണ്. ഞങ്ങള് അങ്ങോട്ട് വിമാനത്താവളത്തിലോട്ട് ഞങ്ങള് ജെട്ടി മേടിച്ചിട്ടേ പോകുന്നുള്ളായിരിക്കും അല്ലേ? റൺവേക്കകത്ത് കയറ്റോ? വിമാനത്തിന്റെ ഫ്രണ്ടിൽ പോയി ഞങ്ങൾക്ക് കയറ്റി ഇറക്കോ? പൈലറ്റ് അങ്ങോട്ട് ചെല്ല് പ്രതിഷേധത്തിന്. അവന്മാര് വെടിവെച്ച് വീഴ്ത്തും അവിടെ വിമാനത്താവളത്തിലെ പട്ടാളക്കാരി. അയ്യോ, അവിടെ ഉണ്ടാവും. പിന്നെ എന്തുവാ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാ പിന്നെ എൻട്രൻസിന്റെ അവിടെ 2 മുദ്രാവാക്യം. പക്ഷെ എന്നാലും ആ ഇൻഡിഗോയെ കാണണമല്ലോ, മുഖ്യനെ കയറ്റാതെ പോയ ഇൻഡിഗോ. അത് ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് പോകുമ്പോ മോളിൽ നിന്ന് അത് പോകുമ്പോ നിങ്ങൾ താഴെ നിന്ന് കരിങ്കൊടി കാണിക്കും. അപ്പൊ കാണിക്കാം പ്രതിഷേധം. അവര് വാർത്തയിൽ കൂടിയാലും കാണുമല്ലോ. കാണും. അല്ല, പൈലറ്റ് താഴോട്ട് നോക്കും. തോണ്ടടാ CPM-കാര് നമുക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത്. അപ്പോ വിമാനത്തിൽ നോക്കിയാൽ ഞങ്ങളെ പ്രതിഷേധമൊക്കെ കാണാൻ പറ്റുമോ? ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങൾ നേതാവിനോട് രാജാതിരാജൻ രാജഗംഭീരൻ തായ്ക്കണ്ടിയിൽ രാജാവ് എഴുന്നള്ളുന്നേ. 10 വർഷം എന്തൊക്കെ ആയിരുന്നു. ഒന്നുമില്ല. 40 വണ്ടിയുടെ അകമ്പടിയോടെ പോകുമ്പോഴത്തേക്ക് നാട്ടുകാരെ തടഞ്ഞു നിർത്തുന്നു. മണിക്കൂറുകൾ റോഡിൽ നിർത്തുന്നു. ആംബുലൻസുകൾ, രോഗികൾ, ജോലിക്ക് പോകേണ്ട സാധാരണക്കാർ, ഇവരെല്ലാം നിങ്ങൾ വഴിയിൽ തടഞ്ഞിട്ടിരിക്കുകയായിരുന്നില്ലേ കേട്ടോ? ഞങ്ങൾ ഇതൊക്കെ അതിന് കിട്ടുന്നതാണെന്ന് നാട്ടുകാർ പറയുമ്പോൾ ആംബുലൻസ് ഒന്നും ഞങ്ങൾ തടഞ്ഞിട്ടില്ല. ഇല്ല. പിന്നെ ആംബുലൻസ് ഞങ്ങൾ അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവരാണോ? നാട്ടുകാർ പറയുന്നത് 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് ഇൻഡിഗോ കുനിഞ്ഞു നിൽക്കണോ? പ്രതിപക്ഷ നേതാവല്ലേ? ആ വിലയൊന്നും ഇപ്പൊ ഇല്ലെന്ന്. അതുകൊണ്ടാണ് ഒരാളെ പുറത്താക്കിയത്, പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥന്. അത് പിന്നെ എന്താണെന്നറിയാമോ? ആ കാര്യത്തിലൊക്കെ നിങ്ങൾ മുഖ്യമന്ത്രി VD സതീശനോട് മറ്റേ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഐക്യദാർഢ്യമല്ലേ, നിങ്ങൾ നന്ദി അറിയിക്കണം കേട്ടോ. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു മനുഷ്യന് നേരെ ഒരു അപമാനം ഉണ്ടായപ്പോൾ തൊട്ട് അടുത്ത സെക്കൻഡിലാണ് ഇറങ്ങി പുറപ്പെട്ടത്. അയ്യോ, അത് വലിയ കാര്യമായിട്ടൊന്നും പറയുന്നത് വേണ്ട. അത് കോമൺ നേച്ചറൽ സംഭവം. പിന്നെ സതീശന്റെ ഔദാര്യം നിങ്ങളായിരുന്നപ്പോ അങ്ങ് ഉണ്ടാക്കി കൊടുത്തേനെ. ഞങ്ങളും അന്വേഷിച്ചിട്ടില്ല. SIT ഇട്ടിട്ട്. അതെ, അത് ഞങ്ങള് മുഖ്യനായാലും അതങ്ങനെ ചെയ്യും. ഞങ്ങള് പിണറായി നിങ്ങൾക്കെല്ലാം രക്ഷാപ്രവർത്തനമല്ലേ 10 വർഷക്കാലം. ഒരു വലിയ അവതാരം വന്നിട്ടുണ്ട്. അത് പിന്നെ പറയാനൊന്നും കിട്ടണില്ല. പക്ഷെ ഞങ്ങൾ പ്രതിഷേധിക്കും. ഇൻഡിഗോയുടെ മുന്നിൽ പോയി ഞങ്ങൾ പ്രതിഷേധിക്കും. നിങ്ങൾക്ക് ഇൻഡിഗോ ഒരു ചതുർത്ഥിയാണ്, മൊത്തത്തിൽ ഒരു പ്രശ്നമാണ്. പണ്ട് നിങ്ങളുടെ ഈ പി ചിറ്റപ്പൻ മറ്റേ 1-2-3 മണിക്കൂർ കൊണ്ട് കണ്ണൂരിലെത്തേണ്ട മനുഷ്യൻ
ട്രെയിനിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. പിന്നെ അത് അനാവശ്യമായ വെല്ലുവിളി ആയി പോയില്ലേ? ആർക്ക് നഷ്ടം? ഞാനോ എന്റെ കുടുംബക്കാരോ ഇൻഡിഗോയിൽ കയറില്ലടാ. പിന്നെ ഇൻഡിഗോയ്ക്ക് വലിയ നഷ്ടമാണല്ലോ. അതുകൊണ്ട് നഷ്ടമല്ലേ? ഒരു യാത്രക്കാരന്റെ പൈസ അവർക്ക് നഷ്ടമാണേ. ആണേ നിങ്ങൾ പിന്നെ ഒരു യാത്രക്കാരന് പോലും ഒരു വില കൊടുക്കുന്നില്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ എല്ലാ യാത്രക്കാരും ആവശ്യമില്ലാതെ വെല്ലും വിളിച്ചും പോയി നടുവേദനയുള്ള ഇ.പി. ചിറ്റപ്പൻ മണിക്കൂറുകൾ താണ്ടിയാണ് പിന്നെ ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നത്. സാരമില്ല, വേറെ വിമാനമൊന്നും ഇല്ലേ? അയ്യോ, കണ്ണൂരിലേക്ക് അതേ ഉള്ളൂ. ഇൻഡിഗോ മാത്രം. ഞങ്ങൾ ഇൻഡിഗോ പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കും. ഞങ്ങൾ സഖാക്കളെല്ലാം ബഹിഷ്കരിക്കും. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എങ്ങനെയാ മുഖ്യനെ ആ സെക്കൻഡിൽ തന്നെ ഇൻഡിഗോയ്ക്ക് മറുപടി കൊടുക്കുന്നതിന് വേണ്ടി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എത്തിക്കണമായിരുന്നു. അല്ല, സോറി, പ്രതിപക്ഷ നേതാവിനെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എത്തിക്കണം. കേരളം കണ്ട ശക്തനായ മുഖ്യമന്ത്രി ആരുടെ വായിൽ നിന്ന് അങ്ങനെ പോകില്ലല്ലോ. വി.ഡി. സതീശൻ വരെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, മുഖ്യമന്ത്രിയോട് ഞാൻ സംസാരിച്ചിരുന്നു. അതെങ്ങനെയാണ് വ്യക്തിമുദ്ര പതിപ്പിച്ചാൽ അത് മനസ്സിനുമായില്ല. മുക്കി ഭരിച്ചതിന്റെ കാര്യം നാട്ടുകാർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കേക്ക് അങ്ങോട്ട്. നിങ്ങൾ ആ മാനക്കേട് മറക്കുന്നതിന് വേണ്ടി അപ്പോ തന്നെ പ്രതിപക്ഷ നേതാവിനെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് എത്തിക്കണ്ടേ? അല്ല, കോഴിക്കോട് എത്തിക്കണ്ടേ? അതെന്തിന്റെ ഫ്ലൈറ്റ് എനിക്കറിഞ്ഞൂടാ. ഇതാ ഞാൻ പറയുന്നത്, AKG സെന്ററിന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് അത്യാവശ്യം. ഒന്നുമില്ല, നമ്മുടെ മുഖ്യന്റെ ഒരു എയർ ആംബുലൻസ് ആയിക്കോട്ടെ. അല്ല, പ്രതിപക്ഷ നേതാവിന്റെ എയർ ആംബുലൻസ്. നമ്മൾ എവിടെ പാർക്ക് ചെയ്യും? പാർക്കിംഗ് സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ശരി. AKG സെന്റർ നമുക്ക് സ്ഥലമില്ല. കന്റോൺമെന്റ് ഹൗസിന്റെ മുകളിലായാലോ? എന്നാലും കുഴപ്പമില്ല. അപ്പൊ തകർന്നോട്ടെ. വേണ്ട, നിങ്ങൾക്കാണോ സ്ഥലം കിട്ടാത്തത്? കോർപ്പറേറ്റ് മൊയിലാളിമാരുടെ അടുക്കെ പോയെന്ന് ചോദിച്ചാൽ പോരെ, എന്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ് വിട്ടോട്ടെ. പഴയതുപോലെ നല്ലെന്ന്. അല്ല, ഇപ്പോഴും കോർപ്പറേറ്റുകളുമായിട്ട് നല്ല ബന്ധാ ഞങ്ങൾക്കല്ല, വി.ഡി. സതീശന്. അതെ. അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വരുന്നത്, കാര്യത്തിലൊന്നുമില്ല പ്രതിഷേധം. ഇൻഡിഗോ അല്ല, ഞാൻ കണ്ടത് അതല്ല. ഒരു മനുഷ്യന്റെ ഒരു നിസ്സഹായാവസ്ഥയാണ് ഞാൻ കണ്ടത്. എന്താ കണ്ടോ? പണ്ട് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന കാലത്തെങ്ങാണമായിരുന്നു ഇൻഡിഗോ മിസ്സായതെങ്കിൽ ഇന്ത്യയെ ചുരുട്ടിക്കൂട്ടി താഴെ അടിക്കുന്ന മനുഷ്യനാ. പിന്നെ ഒരു വേദിയിൽ കയറി നിന്ന് മൈക്കിന്റെ അടുക്കത്തുനിന്ന് ഒരു കൂക്കൽ വന്നപ്പോഴത്തേക്ക് വലിച്ചൂരണ അവന്റെ ആംപ്ലിഫയർ എന്ന് പറഞ്ഞ മനുഷ്യനാ. മൈക്കിനെതിരെ വരെ കേസെടുപ്പിച്ച മനുഷ്യനാ. അങ്ങനെ എന്തെല്ലാം വിനോദങ്ങൾ കണ്ടില്ലേ? ഒരക്ഷരം പ്രതികരിച്ചില്ല. ഭരണം ഉണ്ടായിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി അനാഥനെ പോലെ ഇരിക്കുന്നു മണിക്കൂറുകൾ. ഇപ്പോൾ ഇൻഡിഗോ വിമാനത്തിന് വേണ്ടി ഡൽഹി വിമാനത്താവളത്തിൽ പോയി മണിക്കൂറുകളോളം കാത്തിരിക്കുന്നു. എടോ, ഞാൻ അതല്ല പറയുന്നത്. എടോ ഒന്നുമില്ലേലും 10 വർഷം കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയല്ലേ. ഈ ഡൽഹി എയർപോർട്ടിലൊക്കെ എന്തോരം മലയാളികൾ ഉണ്ടാകുന്നതാ. മുഖ്യമന്ത്രി ആയിരുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് പോലും അവിടെ ഉള്ള ആരും തിരിഞ്ഞു നോക്കിയില്ല. ആരും കണ്ടില്ല. പിണറായി വിജയനെ ആരും കണ്ടില്ല. എണീച്ച് പോടാ. അതായത് ജനകീയനായിട്ടുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ ആൾക്കാർ വന്ന് അടുത്തുകൂടും. പിന്നെ എയർപോർട്ടിലേക്ക് സ്റ്റാൻഡേർഡ് പീപ്പിൾസ് അല്ലേ വരുന്നത്. സ്റ്റാൻഡേർഡ് പീപ്പിൾസ് ആരെയും പോയി കണ്ട് സംസാരിക്കത്തില്ല. ജനകീയനായിരുന്നെങ്കിൽ ആരും അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ടായേനെ. അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകുമായിരുന്നു. പിന്നെ ഇത് 10 വർഷവും മറ്റേ വണ്ടി കയറി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു. നിലത്തോട്ട് ഇറങ്ങത്തില്ലായിരുന്നു. TV കണ്ടില്ലായിരുന്നോ മുഖ്യമന്ത്രിയാണെന്ന്? ഞങ്ങൾ ഭരണത്തിലുണ്ടായിരുന്നെങ്കിൽ ഇൻഡിഗോണ്ടല്ലോ നിലത്തിറങ്ങില്ലായിരുന്നു. ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടാണ്. അത് മാത്രമല്ല, പൈലറ്റിന് എയർ ഹോസ്റ്റേഴ്സിന് എല്ലാവരും സസ്പെൻഡ് ചെയ്തേനെ. പിന്നെ യാത്ര പോണതിന് മുമ്പ് യാത്രക്കാരെ കയറി നോക്കണ്ടേ? ഇത് എന്തോന്ന്, ഇത് ഒരു ഉത്തരവാദിത്തം. പൈസ ഇൻഡിഗോ നിങ്ങൾ വെടിവെച്ചിട്ടേനെ. നിങ്ങളുടെ അണ്ണാക്കി കയറി ഇരുന്ന് വെടിവെക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. താഴെ ഇറങ്ങുമല്ലോ, എപ്പോഴും മാനത്തായിരിക്കില്ലല്ലോ. അയ്യോ, അത് 10 വർഷം മുൻപ് എല്ലാരും പറഞ്ഞായിരുന്നു മാനത്തായിരിക്കില്ല, എല്ലാ കാലത്തും നിലത്തോട്ട് ഇറങ്ങേണ്ടി വരുമെന്ന്. അക്ഷരം പ്രതി ശരിയായി. ഞങ്ങൾ നിലത്ത് തന്നെയായിരുന്നു അന്നും ഇന്നും എന്നും. അതെ. നിങ്ങൾ നിലത്ത് നിന്നത് കൊണ്ടാണ് നാട്ടുകാര് അവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഡൽഹി എയർപോർട്ടിൽ ഉണ്ടായിരുന്ന മലയാളികൾ പോലും പിണറായിയുടെ 7 അയലത്തോട്ട് വരാതിരുന്നത്. അതങ്ങനെയല്ലെന്ന്. മാനേഴ്സ് എന്താ, ആൾക്കാരെ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യത്തില്ലേ അവിടെ? പിണറായി വിജയന് സുഖമായിട്ട് ഇന്ത്യയിൽ കയറി വരാമായിരുന്നു. ഇതങ്ങനെ അധികാരത്തിൽ ഇരുന്നപ്പോഴത്തേക്ക് മറ്റേ ജനങ്ങളുമായിട്ട് കാണായിരുന്നു. ഇൻഡിഗോ എന്ന കമ്പനി തന്നെ ഇവിടെ ഇവര്. പിന്നെ ഈ കേരളത്തിൽ നിന്ന് ഇൻഡിഗോ പറക്കൂലായിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ എന്നിട്ടുണ്ട് നിങ്ങളുടെ ഇ.പി. ചിറ്റപ്പന്റെ കാലത്ത് ഇൻഡിഗോ അങ്ങ് പറപ്പിക്കാഞ്ഞത്. അത് പിന്നെ ഇത് മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രി പിണറായി മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി. എല്ലാ മാനവർക്കും ആശംസകൾ, പവർക്കെട്ട് ആശംസകൾ. തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. എത്ര നേരം ഇരുട്ടി കിടക്കുന്നുണ്ട് രാത്രി. വേണം, എല്ലാത്തിനും അങ്ങനെ തന്നെ വേണം.
എന്റെ വീട്ടിൽ മെനിഞ്ഞത് കറണ്ടില്ലായിരുന്നു. ഞാൻ ആശംസകൾ അറിയിച്ചു UDF സർക്കാരിന്. ഇത്രയധികം നന്മ ഞങ്ങൾക്ക് ചെയ്തു തന്ന UDF സർക്കാരിന് 1000 നന്ദി. പൂച്ചണ്ടുകൾ എന്ത് പ്രശ്നവും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും 10 വർഷം നിങ്ങളെ ഇരുട്ടിൽ ഞങ്ങൾ കിടത്തിയിട്ടില്ല. ആ നന്ദി നിങ്ങൾ ഞങ്ങളോട് കാണിക്കണമായിരുന്നു. നന്ദി ഇല്ലാത്തവരല്ലേ അനുഭവിച്ചു. നന്ദി ഇല്ലാത്തവരോ? അവർക്ക് ആരോടാ? ഈ കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദിയില്ല. അത് പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ലേ കേട്ടോ. നാട്ടുകാർ ചുരുട്ടിക്കുട്ടിങ്ങളെ മൂലയിൽ വെക്കും. നാട്ടുകാർക്ക് നന്ദി ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ 10 വർഷക്കാലം പവർ കട്ടിനെ പറ്റി ഒന്നും മിണ്ടാത്തെന്ത്? 10 വർഷം ഇരുട്ടി കിടത്തിയോ ഞങ്ങള്? ഇപ്പൊ ഇരുട്ട് തുടങ്ങിയല്ലോ. 10 വർഷം ഇരുട്ടിൽ കിടത്തിയില്ല, പക്ഷെ സമ്മതിക്കുന്നു, ഷോക്ക് അടിപ്പിച്ചായിരുന്നു നമ്മളെ കറണ്ട് ബില്ല് കാണിച്ച്. അയ്യോ, ഈ UDF സർക്കാരിൽ നിന്ന് നമ്മൾ വലുതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ ഇടത് വലത് ആര് ഭരിച്ചാലും ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ നിങ്ങൾ വിചാരിക്കേ BJP-ക്കാർ വന്നാലോ അടിച്ചോടിക്കും, ഇവിടെ കയറ്റില്ല ഞങ്ങൾ പൊക്കോ. 3 സീറ്റിന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം കേട്ടോ. പവർ കട്ട് ഓക്കെ. യൂണിറ്റിന്റെ ബില്ല് കുറയ്ക്കോ? പൈസ കുറയ്ക്കോ? നിങ്ങൾ ഇരുന്നപ്പോ കുറച്ചായിരുന്നോ? ഇല്ല, കാരണം പവർ കട്ടില്ലായിരുന്നു. ഇവരിയ്ക്കുമ്പോ കുറയ്ക്കൂല, മറ്റവരിയ്ക്കുമ്പോ കുറയ്ക്കണം. അവര് പവർ കട്ട് ഉണ്ടെന്നല്ലോ, അപ്പൊ പൈസ കുറയ്ക്കണം. ഞങ്ങൾ പവർ കട്ട് ഇല്ലാതെയാണ് കൂട്ടിയത്. അപ്പൊ പവർ കട്ട് കൊണ്ടുവരുന്ന അവര് പൈസ കുറയ്ക്കണം. വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ മിസ്റ്റർ? നിങ്ങളുടെ മൂലമണി കുറച്ചങ്ങോട്ട് കൊടുക്ക് മിസ്റ്റർ സണ്ണി ജോസഫ്. അയ്യോ, വന്ന കാലം തൊട്ട് മഴയില്ലെന്ന് മന്ത്രി പറയുന്നത് അതങ്ങനെ തന്നെയാണ്. എരണം കെട്ടവർ നാട് ഭരിച്ച അത് പറഞ്ഞത് മുരളീധരനല്ലേ? എന്നാലും കണക്കേന് അവർക്ക് എല്ലാവർക്കും അത് ബാധകമാണ്. എരണം കെട്ടവർ നാട് ഭരിച്ചാൽ എന്തൊക്കെ കാണേണ്ടി വരും. ഇൻഡിഗോ താഴെ ഇറക്കാൻ നോക്ക്. ചെല്ല്, ഇൻഡിഗോടെ ഇൻഡിഗോ താഴെ ഇറക്കും അവര്. ഇവരാണ് മറ്റേ ജയൻ. മോളിയും കൂടെ പോകുന്നൊക്കെ വലിച്ച് താഴെ ഇടും. വല്ലാത്ത ജന്മം. ഒലക്കടം. ഒലക്കട